15 years മുന്നേ കണ്ടു എന്ന് പറയുമ്പോൾ ഏത് ക്ലാസ്സിലായിരുന്നു? ഞാൻ 9th കൊച്ചു കുഞ്ഞായിരുന്നു. ഞാൻ ആദ്യം പെങ്ങളെ കണ്ടത്. എൻ്റെ പെങ്ങളെ കൂട്ടാൻ വേണ്ടി മീൻസ് എൻ്റെ കസിൻ സിസ്റ്ററെ കൂട്ടാൻ വേണ്ടി പോയപ്പോൾ ആളെ കണ്ടു. ആളെ കൂടെ വാലായിട്ട് ഇങ്ങനെ പത്തു സുഖാണോ നിൽക്കുന്ന വെച്ച് അപ്പൊ പറഞ്ഞു ആ സുഖം ആരാന്ന് വെച്ചിനോട്. ഞാൻ പറഞ്ഞു ഇങ്ങനെ ദഫ്നന്റെ കാക്കാണ്. എനിക്ക് ഫസ്റ്റ് കണ്ടപ്പോ തന്നെ എനിക്ക് എന്നെ ഇഷ്ടമായിന്. നിങ്ങളുടെ വീഡിയോസ് കാണുമ്പോ ഈ ജിസ് ജോയിയുടെ സിനിമ കാണുന്ന പോലെ ഭയങ്കര ഫീൽ ഗുഡ് ആയിരിക്കും. ഈ അടുത്ത ജന്മത്തിൽ എൻ്റെ കൂടെ തന്നെ പാത്തുവിന്റെ ചിരി ഒരുപാട് ആൾക്കാർ പറയുന്നുണ്ട്. സെറ്റാണ്. ഞാൻ അതിലെ വീണത്. അതുകൊണ്ട് ഒരേ വൈബുള്ള ആളുകള് ലൈഫിൽ കിട്ടുന്നത് കുറച്ച് ലക്കാണ്. കാരണം നമ്മൾ ഉദ്ദേശിക്കുന്ന പോലെ ആയിരിക്കില്ല ചിലപ്പോൾ നമ്മുടെ പാർട്ട്ണറിന്റെ ഇഷ്ടങ്ങൾ. എനിക്കൊരാഗ്രഹം ഉണ്ടായിരുന്നു ഇന്നെ കല്യാണം കഴിക്കുന്ന ഒരാള് എന്നെ ഇഷ്ടപ്പെടുന്നുണ്ട് നന്നായിട്ട് എക്സ്പ്രസ് ചെയ്ത് തരണം എന്നുള്ളത്. അത് എനിക്ക് അങ്ങനെ തന്നെ കിട്ടിയത്. ഒരു സുപ്രഭാതത്തിൽ ഒരു കോയിൻ ബോക്സ് കോൾ വന്നു. എൻ്റെ ലാസ്റ്റ് ഒരു രൂപയേ ഉള്ളൂ, ഇനി വിളിക്കാൻ കഴിയില്ല, എനിക്ക് ഇനി ബസ്സിന് പോകാനുള്ള ബാക്കി ഒരു രൂപ കൂടെ ഉള്ളൂ. അത് പെട്ടെന്ന് എന്നോട് പറഞ്ഞു എനിക്ക് നിങ്ങളെ ഇഷ്ടമാണ്. അന്ന് പറഞ്ഞിട്ട് കട്ട് ചെയ്ത് ഞാനങ്ങോട്ട് പറഞ്ഞു. ഞാൻ വിചാരിച്ചു ഷോക്ക് അടിച്ചു. ബേബിന്റെ കാര്യത്തിൽ ആള് ഭയങ്കര വിഷമം. അതിങ്ങനെ ഞാൻ ട്രീറ്റ്മെന്റ് ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. അപ്പോൾ കുറച്ച് എനിക്ക് ട്രീറ്റ്മെന്റ് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ കുറച്ച് സൈഡ് എഫക്ട്സ് ഒക്കെ വന്നിട്ട് എനിക്കിങ്ങനെ നല്ല എയർ ഫോളും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. പിന്നെ ഞാൻ കുറച്ചായിട്ടൊന്ന് നിർത്തിയിരുന്നു. ഒരു 4 വർഷം പോലെ ഞാൻ ട്രീറ്റ്മെന്റ് ചെയ്ത് പിന്നെ കുറച്ച് നിർത്തി. ആൾക്കും ഹോർമോൺ ഡിഫറൻസ് ഒക്കെ വന്നു തുടങ്ങി. കുറേ ട്രീറ്റ്മെന്റ് കഴിഞ്ഞപ്പം അമ്മക്ക് തന്നെ തോന്നി കുറച്ച് കഴിയട്ടെ അല്ലെങ്കിൽ പഠിച്ചു ആ ടൈം ആകുമ്പോൾ തന്നോളൂന്ന് വിചാരിച്ചു. അങ്ങനെ വാട്സാപ്പ് വഴി ഇംഗ്ലീഷ് പഠിക്കാൻ ഇംഗ്ലീഷ് കഫേ ഉള്ളപ്പോൾ ഇംഗ്ലീഷ് ഒരു വിഷയമേ അല്ല. ഇംഗ്ലീഷ് കഫേ പ്രസൻസ് യു ദ പെർഫെക്റ്റ് ഇംഗ്ലീഷ്. ഇംഗ്ലീഷ് കഫേ, വി പ്രസന്റ് യു ദ പെർഫെക്റ്റ് ഇംഗ്ലീഷ്. വാട്സ്ആപ്പ് നൗ 9633 888 575. ഹായ് ഹലോ, എല്ലാവർക്കും വെറൈറ്റി മീഡിയയുടെ പുതിയൊരു ചർച്ചയിലേക്ക് സ്വാഗതം. ഞാൻ മസ്താനി ആൻഡ് ദിസ് ഇസ് അവർ ഷോ മസ്തി വിത്ത് മസ്താനി. ഈ ഒരേ വൈബുള്ള ആളുകളെ കിട്ടുക എന്ന് പറയുന്നത് ഭയങ്കര ഒരു ഭാഗ്യമാണ്. അങ്ങനെ ഒരേ വൈബുള്ള ഒരു ക്യൂട്ട് കപ്പിളാണ് ഇന്ന് എൻ്റെ കൂടെ ജോയിൻ ചെയ്യുന്നത്. ഓൾറെഡി ഇവരുടെ വീഡിയോസൊക്കെ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. ഒരു ഫീൽ ഗുഡ് മൂവി കാണുന്ന പോലെയാണ് ഇവരുടെ റീൽസൊക്കെ കാണുന്നത്. അപ്പോൾ നമുക്ക് വെൽക്കം ചെയ്യാം ജിനു ആൻഡ് മരിഷ്ക. ഹായ്. ഞാൻ ആദ്യം പരിചയപ്പെട്ടപ്പോൾ തന്നെ പറഞ്ഞ പോലെ ഭയങ്കര ഡിഫറെൻറ്റ് നെയിമാ. ഞാൻ ആദ്യമായിട്ട് കേൾക്കുന്നേ. ഇതിനു മുന്നേ കേട്ടിട്ടുണ്ട് പേര്? ഇല്ല, ഞാനും ആദ്യം ഇന്ത്യയിലല്ലാതെ വേറെ ആരെങ്കിലും ഈ പേര് കേട്ടിട്ടില്ല. ഇല്ല. ഓക്കെ, അപ്പോൾ ഫസ്റ്റ് ഇന്റർവ്യൂ ആണ്. നമ്മളിങ്ങനെ ഞാൻ ഇൻട്രോയിൽ പറഞ്ഞ പോലെ തന്നെ നമ്മളിപ്പം നോർമൽ കപ്പിൾസ് വീഡിയോസ് കാണുമ്പോൾ ഇപ്പോൾ എവിടെയെങ്കിലൊക്കെ എന്തെങ്കിലുമൊക്കെ ഒരു ക്രിഞ്ച് അല്ലെങ്കിൽ നമുക്കിങ്ങനെ ഫീൽ ചെയ്യും സ്ക്രിപ്റ്റഡ് ആണല്ലോ എന്നൊക്കെ. പക്ഷെ നിങ്ങളുടെ വീഡിയോസ് കാണുമ്പോൾ ഈ ജിസ് ജോയിയുടെ സിനിമ കാണുന്ന പോലെ ഭയങ്കര ഫീൽ ഗുഡ് ആയിരിക്കും. കറക്റ്റ് അതിന് ആപ്റ്റ് ആയിട്ടുള്ള ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക് ഒക്കെ ഇട്ട് ഭയങ്കര നല്ലൊരു സൂത്തിങ് ആയിട്ടുള്ള ഒരു സംഭവമായിരിക്കും ചെയ്തേക്കുന്നത്. അപ്പോൾ നമുക്ക് ഫസ്റ്റ് തന്നെ നിങ്ങളുടെ ഒരു നല്ലൊരു ബ്യൂട്ടിഫുൾ വീഡിയോ കണ്ടിട്ട് സ്റ്റാർട്ട് ചെയ്യാം. നല്ലത് നമ്മളെ ജയനി ആട്ടത്. ഞാനിപ്പോൾ അത് മതിയായിരിക്കും. നമുക്ക് ഈ വീഡിയോ തന്നെ ആദ്യം കാണിക്കണമെന്ന് ഓൾറെഡി പറഞ്ഞിട്ടുണ്ടായിരുന്നു. എന്തുകൊണ്ടായിരിക്കും അങ്ങനെ അവരത് പറഞ്ഞതെന്ന് നിങ്ങൾക്ക് തോന്നുന്നത്? നമ്മൾ ജേനിയായിരിക്കാം. ഇത്രയും കാലത്ത് ഡേറ്റ് നമ്മൾ മെൻഷൻ ചെയ്യുന്നില്ല. അതുകൊണ്ടായിരിക്കും. ഇപ്പം ഏകദേശം 15 years ആയിട്ട് ഒന്നിച്ച് അറിയാം. ഓക്കെ, അതിലേക്കൊക്കെ വരാം. പക്ഷെ അതിനു മുന്നേ എപ്പോഴാണ് സ്റ്റാർട്ട് ചെയ്തത് ഈ ഒരു ഇൻസ്റ്റഗ്രാം? എത്ര നാളായിട്ട് ഈ ഫീൽഡിൽ വന്നു നിങ്ങൾ? ഇൻസ്റ്റഗ്രാം നമ്മൾ ഒരുപാട് കാലമായി, പക്ഷെ പ്രൈവറ്റ് ആയിരുന്നു.
ഇപ്പൊ റീസെന്റ് ഒരു 4 to 6 months ആയിട്ട് നമ്മളത് പബ്ലിക് ആക്കിയിട്ടുള്ളൂ. ഒന്നുകൊണ്ടല്ല, ജസ്റ്റ് ഇങ്ങനെ കുറെ ആൾക്കാർ പറഞ്ഞപ്പോൾ എൻ്റെ കുറച്ച് ക്ലോസ് ടു ഫ്രണ്ട്സ് ഇങ്ങനെ പറഞ്ഞതിന് പബ്ലിക് എന്താ വെച്ച് ഞാൻ അധികം ഭയങ്കര ഷൈ ആയിട്ടേനു യൂസ് ചെയ്യാറ്. ഇപ്പൊ റീസെന്റ് കുറച്ച് ഒന്ന് ഓണാക്കിയപ്പോൾ ചില ആൾക്കാർക്ക് ഇഷ്ടമായി. അങ്ങനെ പിന്നെ കുറച്ച് വീഡിയോസ് റാൻഡായിട്ട് ഇട്ടതാണ്. അത്രേ ഉള്ളൂ. ഇപ്പൊ ആദ്യം ആർക്ക് കൂടുതൽ ഇൻട്രസ്റ്റ് ഉണ്ടായിരുന്നത് നമുക്ക് പബ്ലിക് ആക്കാവുന്ന? ഞാൻ അന്ന് ടിക്ടോക്ക് വന്ന സമയത്തില്ലേ, എനിക്കിങ്ങനെ ചെയ്യാൻ ഭയങ്കര ഇഷ്ടമായിരുന്നു. പക്ഷെ ആള് ഭയങ്കര ഷൈ ആയതുകൊണ്ട് പിന്നെ വേണ്ടെന്ന് പറഞ്ഞ് നമ്മൾ അതോടെ അത് ക്ലോസ് ചെയ്തു. ആൾക്കാർ ചോദിക്കുമല്ലോ ഇങ്ങനെ ഇട്ടപ്പോ എന്താ പറയാ എങ്ങനെ എടുക്കണേന്നൊക്കെ എന്നോട് ചോദിക്കുമ്പോ ഞാൻ തന്നെ എന്താ പറയണ്ടേന്നായി പോവും. പിന്നെ കാക്ക ചോദിച്ചത് ഇടണേനിപ്പോ എന്താ ഉള്ളത്, ഞാൻ പറഞ്ഞു നിങ്ങൾക്ക് ഇഷ്ടമാണെങ്കിൽ ഇട്ടോളിന്ന് പറഞ്ഞു. അങ്ങനെ ഞാൻ ഓക്കെ പറഞ്ഞു. അപ്പൊ ഈ അടുത്താണ് അതൊക്കെ എല്ലാവരും കണ്ടു തുടങ്ങി, അഭിപ്രായം പറയാൻ തുടങ്ങി. എങ്ങനെയുണ്ട്? എനിക്ക് തോന്നുന്നു ഏറ്റവും കൂടുതൽ നല്ല നല്ല കമന്റ്സ് ആയിരിക്കും നമുക്ക് വരുന്നത്. അങ്ങനെ നെഗറ്റിവിറ്റി ഞാൻ ഏറ്റവും കൂടുതൽ കമന്റ് വായിക്കുന്ന ആളാണ്. വായിക്കും. ഞാൻ ട്രാവൽ ചെയ്യുന്ന സമയത്ത് കൂടുതൽ കമന്റ് വായിക്കും. ഞാൻ പിന്നെ എൻ്റെ വീഡിയോ ഞാൻ കുറേ പ്രാവശ്യം കാണും കേട്ടോ. ലൈക്ക് ഞാനൊരു മെമ്മറി പോലെ കൊണ്ടെടുക്കുന്ന സാധനമാണ്. മീൻസ് ഇൻസ്റ്റഗ്രാം ആയാലും നമ്മളൊരു മെമ്മറീസ് ഉണ്ടല്ലോ, ആഫ്റ്റർ അത് കാണണം എന്നുള്ള ഒരു ഫീൽ കൊണ്ട് ഒരു മെമ്മറബിൾ ആയിട്ട് അപ്ലോഡ് ചെയ്ത് വെച്ചതാണ്. അത്രേ ഉള്ളൂ. എന്തിങ്ങനെ കമന്റ്സ് ഒക്കെ വായിക്കുമ്പോൾ ഫീൽ ചെയ്യുന്നത് എന്താ? കമന്റ്സ് വായിക്കുമ്പോൾ ഉള്ളിന്നൊരു സന്തോഷം. അവിടെ ഇരുന്നിട്ട് ഒറ്റക്കല്ല വായിക്കോ, നല്ല സൗണ്ടിൽ വായിച്ച് എനിക്ക് കേൾപ്പിച്ചു തരും. ഞാൻ അങ്ങനെ നോക്കൂല, കാക്ക ഒരിക്കലും വായിച്ചിട്ട് എനിക്ക് കേൾപ്പിച്ചു തരും. എന്നെ ഇതൊക്കെയാ എന്നെ പറ്റി ഇങ്ങനെ പറയുന്നുണ്ടോ അങ്ങനെ പറയുന്നുണ്ടോ പറയും. ഞാൻ പറഞ്ഞു ആയിക്കോട്ടെ അങ്ങനെ പറയുള്ളൂ. എനിക്ക് തോന്നുന്നു പാത്തൂടെ ചിരിക്കും, ജുനു പാത്തൂന്ന് വിളിക്കുന്ന ആ ഒരു വിളിക്കും ഒക്കെയാണ് ഫാൻസ് ഭയങ്കര കൂടുതല് എന്ന് തോന്നുന്നു. പാത്തൂന്റെ ചിരി ഒരുപാട് ആൾക്കാർ പറയുന്നുണ്ട്. സെറ്റാണ്, ഞാൻ അതിലാ വീണത്, അതുകൊണ്ടാ ചിരി കണ്ടിട്ടാണ് വീണത്. അങ്ങനെയും പറയാം. ഓക്കെ. അതേപോലെ തന്നെ പിന്നെ കാണുന്ന കമന്റ്സ് എന്താന്ന് വെച്ചാൽ ഇങ്ങനെ സ്നേഹിക്കുന്ന ആണുങ്ങളൊക്കെ ഉണ്ടോ എന്നൊക്കെയാണ് ചോദിക്കുന്നത്. ഈ നമ്മൾ ഇൻട്രോയിൽ പറഞ്ഞ പോലെ ഒരേ വൈബുള്ള ആളുകള് ലൈഫിൽ കിട്ടുന്നത് കുറച്ച് ലക്കാണ്. കാരണം നമ്മൾ ഉദ്ദേശിക്കുന്ന പോലെ ആയിരിക്കില്ല ചിലപ്പോൾ നമ്മുടെ പാർട്ട്ണറിന്റെ ഇഷ്ടങ്ങള്. പക്ഷെ ഇതിങ്ങനെ സിങ്കായി വരുന്നത് വളരെ കുറച്ച് ആൾക്കാർക്ക് അതങ്ങനെ സിങ്കായി പോകാറുള്ളൂ. അപ്പൊ നിങ്ങൾക്ക് ഇപ്പോൾ 15 years ആയിട്ട് ആ ഒരു ഫ്ലോയിൽ അങ്ങ് പോകുന്നുണ്ട്. അപ്പൊ എങ്ങനെയുണ്ട് ഈ സെയിം വൈബുള്ള ആൾക്കാരായിട്ട് ഇങ്ങനെ ജീവിക്കുമ്പോൾ? സെയിം വൈബ് നമ്മള് സെറ്റ് ചെയ്യണല്ലേ, അത് വേറെ നമ്മള് എന്തായാലും അവള് വേറെ വൈബിലായിരുന്നു, ഞാനും വേറെ വൈബായിരുന്നു. നമ്മള് ഒരുപാട് സംസാരിക്കുമ്പോ ആളെ കുറിച്ച് കുറെ മനസ്സിലാക്കും, ഒരു അണ്ടർസ്റ്റാൻഡിങ്ങിൽ സെറ്റ് ആകുമ്പോൾ നമ്മളൊരു വൈബിൽ എത്തിപ്പെട്ടാണ്. അല്ലാണ്ട് നമ്മൾ ആദ്യം ഒരു വൈബിലൊന്നും എത്തിപ്പെട്ട ആൾക്കാരല്ല. എനിക്കൊരാഗ്രഹം ഉണ്ടായിരുന്നു, ഇന്നെ കല്യാണം കഴിക്കുന്ന ഒരാള് എന്നെ ഇഷ്ടപ്പെടുന്നുണ്ട്, അത് നന്നായിട്ട് എക്സ്പ്രസ് ചെയ്ത് തരണം എന്നുള്ളത്. അത് എനിക്ക് അങ്ങനെ തന്നെ കിട്ടിയത്. അപ്പൊ ആദ്യം നിങ്ങൾ എങ്ങനത്തെ വൈബായിരുന്നു? അല്ല, ആള് ഞാൻ പറയും ഭയങ്കര ഷൈ ആയിരുന്നു. ആ ഒരു നാടൻ കുട്ടിയായിരുന്നു. ഞാൻ കുറച്ച് എൻ്റെ അടുത്ത് എത്തിയപ്പോൾ കുറച്ചൊന്ന് മോട്ടിവേറ്റ് ചെയ്ത് മോഡേൺ ആക്കി ഒന്ന് പഠിപ്പിക്കാനൊക്കെ വിട്ട് ആളൊന്ന് ഓണാക്കിയതാ. ആളിപ്പോ ഇങ്ങനെ വന്നല്ലായിരുന്നു. പഴയ ഫോട്ടോസ് ഉണ്ട് എന്റെ അടുത്ത്, ഞാൻ ഇപ്പൊ കാണിക്കാനില്ല. ഞാൻ ഒരു വീഡിയോ കണ്ടിട്ടുണ്ട്, മറ്റേ ഒരു കേരള സാരി കുഞ്ഞു ഫോട്ടോ. അതിനെക്കാട്ടും ഡൗൺ ആയിരുന്നു, ഡൗൺ അർത്ഥം. പഠിക്കും. നിങ്ങൾ തമ്മിൽ എത്ര വയസ്സ് ഡിഫറൻസ് ഉണ്ട്? 4 years. അത്രേ ഉള്ളൂ. അപ്പം ലവ് മാരേജ് ചെയ്തു. അങ്ങനെ എങ്ങനെ ഉണ്ടായിരുന്നു മാരേജ് ഒക്കെ? വീട്ടില് പെട്ടെന്ന് സമ്മതിച്ചായിരുന്നോ അല്ലെങ്കിൽ? അതൊരു വലിയൊരു ജേണിയാണ്. അത് നമ്മളൊരു വീഡിയോ ചെയ്യണം എന്ന് വിചാരിച്ചിരുന്നു. ഞാൻ കുറെ ആൾക്കാരിങ്ങനെ ചോദിക്കല്ലേ വീഡിയോ ചെയ്യോ എന്നുള്ളത് കമന്റിൽ കേട്ടോ. അപ്പൊ ഞാൻ വിചാരിച്ച് അതിനൊരു വീഡിയോ ചെയ്യണം എന്നൊരു ആഗ്രഹമുണ്ട്, പക്ഷെ അതിനുള്ളൊരു സന്ദർഭം എത്തുന്നിട്ടില്ല. ഓക്കെ, അതിന് മുന്നേ നമുക്കൊരു വേറൊരു വീഡിയോ കൂടി കാണാം നിങ്ങളുടെ. നല്ല വീഡിയോ എടുത്താൽ മതി. നല്ല വീഡിയോ. കരയോ? മോള് അത് ഒരു റാൻഡം വീഡിയോ ആയിരുന്നു. അങ്ങനെ എടുത്തതാണ്. ഞാനിങ്ങനെ റാൻഡായിട്ട് എടുത്തത്. ഞാൻ അത് ചോദിക്കാൻ വേണ്ടിട്ട് എല്ലായിരുന്നു വന്ന് ക്യാമറ ഓൺ ചെയ്തത്. ഞാൻ ആളോട് അതിന്റെ ഇടയിൽ കുറെ സംസാരങ്ങൾ ഉണ്ടാവില്ലേ, അപ്പൊ കുറെ നല്ലത് കുറെ ഉണ്ടാവാറുണ്ട് കേട്ടോ. അപ്പൊ ഞാൻ
എനിക്ക് എന്താ പറയുക ഇടാൻ പറ്റിയൊരു സാധനം ഞാൻ അന്ന് എടുത്തിട്ടിരുന്നുള്ളൂ. അതിൻ്റെ ഇടയിൽ നമ്മളെ കുറേ മൂവ്മെന്റ് ഉണ്ട്, പക്ഷെ എല്ലാം നമുക്ക് പോസ്റ്റ് ചെയ്യാൻ പറ്റില്ലല്ലോ. അപ്പൊ ഞാൻ എന്ത് ചെയ്ത് അതിലൊരു ചെറിയ ഭാഗം മാത്രം ക്രോപ്പ് ചെയ്ത് പോസ്റ്റ് ചെയ്ത്. പക്ഷെ അത് എനിക്ക് കുറെ എൻ്റെ ഫ്രണ്ട്സ് തന്നെ എനിക്ക് തിരിച്ചയച്ചിട്ടുണ്ട്. ആരോ അതിൻ്റെ ഒരു വീഡിയോ എടുത്തിട്ട് വേറെ വീഡിയോ ക്രിയേറ്റ് ചെയ്തിട്ടൊക്കെ അയച്ചിട്ടുണ്ട്. അപ്പൊ ഞാൻ വിചാരിച്ചു ഇതിന്റെ വീഡിയോ ഒക്കെ ഇങ്ങനെ ആരും ചെയ്യോ. എന്താവും പെട്ടെന്ന് ഇമോഷണൽ ആയി? അല്ല, അങ്ങനെ പെട്ടെന്നൊന്നും ചോദിക്കാത്ത ആളാ. പെട്ടെന്ന് അങ്ങനെ ചോദിച്ചപ്പം ശരിയല്ലേ, പെട്ടെന്ന് കല്യാണ്ടായി എന്നെ ആരാ അങ്ങനെ വിളിക്കാണ്ടാവുക, അങ്ങനെ ആലോചിച്ചപ്പോ സങ്കടം. അയ്യോടാ, എന്നെ ഇടയ്ക്കിടയ്ക്ക് കരയിപ്പിക്കുന്നുണ്ടല്ലോ ഓരോന്ന് ചോദിച്ചിട്ട്. പാത്തിന് ചെറുതായിട്ടുണ്ടോ? ഇല്ല, ഭയങ്കര ഇമോഷൻ സെൻസിറ്റീവ് ആണല്ലേ പാത്തു. ആൾ പെട്ടെന്ന് കാര്യം. ഞാൻ എന്തെങ്കിലും ഒന്ന് ജസ്റ്റ് എന്തെങ്കിലുമൊക്കെ ചൂടായ ആള് കാര്യം, പക്ഷെ പെട്ടെന്ന് ഓണാവട്ടോ. തിരിച്ചെങ്ങനെയാ? കാക്ക എങ്ങനെയാ? അല്ല, ആള് ഭയങ്കര സ്ട്രോങ് ആണ്. കാരണം രണ്ടാളും ഒരേപോലെ നിന്നാ ശരിയാവില്ലല്ലോ. അപ്പം മുട്ടാൾ സ്ട്രോങ് ആണ്. ഇനി സ്ട്രോങ് ആക്കാൻ നോക്കലുണ്ട്. പാത്തിന് എന്തിനാ ഏറ്റവും കൂടുതൽ വിഷമം വരുന്നത്? വഴക്ക് പറയുമ്പോഴാണോ? അങ്ങനെ വഴക്ക് പറയാനുള്ള സമയം നമുക്ക് കിട്ടാറില്ല സത്യം പറഞ്ഞാൽ. അത് ഒന്നാമത് ഞാനും വർക്കിന് പോകുമ്പോൾ ആളെ കൊണ്ടുപോകും. അപ്പൊ വർക്ക് സൈറ്റിൽ എന്തെങ്കിലുമൊക്കെ കറക്റ്റ് ചെയ്തില്ല ഞാൻ പറയും ഇങ്ങനെ ചെയ്താൽ പോരാ, അപ്പൊ എനിക്ക് ഇങ്ങനെ ലോസ് വരുമല്ലോ, ഈ ശ്രദ്ധിക്കണ്ടേ. അപ്പൊ ഞാൻ കുറച്ചായിട്ട് കുറച്ച് ഹാർഡായിട്ട് സംസാരിക്കും. അപ്പോ ആള് പറയൂ എന്താ പറയാ, പക്ഷെ ആള് മുന്നേ വേറെ ആളെടുത്ത് വർക്കിന് പോയിരുന്നു കുറച്ച് മുമ്പൊക്കെ. അപ്പൊ ഞാൻ പഠിക്കാൻ വേണ്ടിയിട്ട് വേറെ ആളെടുത്ത് പറഞ്ഞു വെച്ചിരുന്നു. അപ്പൊ അവിടുന്ന് ഓവർലോഡ് ആയപ്പോ പണി നിർത്തിയിട്ട് വീട്ടിലിരുന്ന്. അപ്പൊ എന്റെ കൂടെ വരാന്ന് പറഞ്ഞു കുറച്ചാൾ എന്റെ കൂടെ വന്ന്. പിന്നെ ഇപ്പം വീട്ടിലിരുന്ന് ഡ്രോയിങ് ചെയ്യും, കാഡും കാര്യങ്ങളൊക്കെ ചെയ്യും. നിങ്ങൾ രണ്ടുപേരും ഇന്റീരിയർ ഡിസൈനിങ് ആണോ? ആള് ഞാൻ ആഫ്റ്റർ മാരേജിന് ശേഷം ഞാൻ പറഞ്ഞില്ലേ ഡിഗ്രി കഴിഞ്ഞ് വന്നായിരുന്നു. അപ്പൊ പിന്നെ ഡിഗ്രി കംപ്ലീറ്റ് ചെയ്തില്ലായിരുന്നു. അപ്പൊ ഞാൻ വീട്ടിലിരുന്നപ്പോ എൻ്റെ ഇടയിൽ കുറച്ച് കാര്യങ്ങളുണ്ട്. അപ്പൊ ഞാൻ പറഞ്ഞു ഈ പഠിക്കാൻ പോയിക്കോ, വെറുതെ ഇരുന്നിട്ട് ടൈം വേസ്റ്റ് ചെയ്യരുത്. എന്താ ലൈഫില് ഭാവിയിലേക്ക് പിന്നെ ഒന്നും എന്താ പറയാ നമുക്ക് ഒന്നും അസെറ്റ് ആയിട്ടുണ്ടാവില്ല. അപ്പൊ സ്റ്റഡീസ് മാത്രമേ ഉണ്ടാവുള്ളൂ. അപ്പൊ നീ എന്തായാലും മസ്റ്റ് ആയിട്ട് പഠിക്കണം. അങ്ങനെ പറഞ്ഞ് പഠിപ്പിച്ചു ഇന്റീരിയർ ഡിസൈനർ. അപ്പൊ എനിക്കൊരു ഹെൽപ്പ് കിട്ടുമെന്ന് വിചാരിച്ചു. കിട്ടുന്നുണ്ടോ? ഓ ഇപ്പോ ഇത്രയും നിങ്ങൾ ഇന്റീരിയർ ഡിസൈനേഴ്സ് ആണ്, 15 years ആയിട്ട് ഒന്നിച്ചുള്ള ആളുകളാണ്. അപ്പോൾ ഏറ്റവും കൂടുതൽ റിക്വസ്റ്റ് വരുന്നതും ആളുകൾക്ക് ഭയങ്കര ആകാംക്ഷയോടുകൂടി കാത്തിരിക്കുന്നതും എങ്ങനെ നിങ്ങൾ കണ്ടുമുട്ടി, എങ്ങനെ നിങ്ങൾ സിങ്കായി, നേരത്തെ പറഞ്ഞ പോലെ 2 വൈബിലുള്ള ആളുകൾ എങ്ങനെ ഒരേ വൈബിലേക്ക് വന്നു എന്നൊക്കെ ഉള്ള ഒരു ലവ് സ്റ്റോറി കേൾക്കാനായിരിക്കും. ഓൾറെഡി അത് പറഞ്ഞിട്ടില്ല അല്ലേ? ഇല്ല, പറഞ്ഞിട്ടില്ല. ചെറുതായിട്ട് പറഞ്ഞ പോലെ 15 years മുന്നേ കണ്ടു എന്ന് പറയുമ്പോൾ ഏത് ക്ലാസ്സിലായിരുന്നു? ഞാൻ 9th കൊച്ചു കുഞ്ഞായിരുന്നു. അയ്യോ, ഞാൻ ആദ്യം പെങ്ങളെ വരെ കണ്ടേ. അയ്യോ, അങ്ങനൊന്നും അങ്ങനല്ല, എന്റെ പെങ്ങളെ കൂട്ടാൻ വേണ്ടി മീൻസ് എന്റെ കസിൻ സിസ്റ്ററെ കൂട്ടാൻ വേണ്ടി പോയപ്പോ ആളെ കണ്ടു. എവിടെ? സ്കൂളിൽ നിന്ന്. അത് എങ്ങനെയാ വെച്ചാൽ എന്റെ ഫാദറിന് ഒരു ഷോപ്പ് ഉണ്ട്. അപ്പോൾ അവിടെ വന്നിട്ടാണ് അവളെ അമ്മക്ക് ഗോൾഡ് കാര്യങ്ങളൊക്കെ പർച്ചേസ് ചെയ്യും. ഗോൾഡ് ഷോപ്പാണ് കേട്ടോ. അപ്പം ഗോൾഡ് ഷോപ്പാണ്. അപ്പോൾ അവിടെ വന്നിട്ട് പർച്ചേസ് ചെയ്യാൻ വന്നപ്പോൾ ടൈം ലേറ്റ് ആയി, എടുത്ത് പോവാം. അപ്പൊ എന്നോട് പറഞ്ഞ് കൂട്ടി കൊണ്ടുവരുമെന്ന് ചോദിച്ചപ്പോ ഞാൻ ആളെ കൂട്ടാൻ വേണ്ടി പോയതാ. അപ്പൊ ആളെ കൂടെ വാലായിട്ട് ഇങ്ങനെ അപ്പൊ ഞാൻ നോക്കി ചിരിച്ചു. അന്ന് കൊറേ ആൾക്കാരുണ്ട് കേട്ടോ. അപ്പൊ ടീം വന്ന് സത്യത്തിൽ ഞാനന്ന് നിൽക്കാൻ അങ്ങനെ ശ്രദ്ധിച്ചില്ല. ഞാൻ തീരെ ശ്രദ്ധിച്ചില്ല. പിന്നെ പിറ്റേന്നാണ് ഫ്രണ്ട് വന്നിട്ട് പറയുന്നത് എന്റെ ബ്രദർ അന്നങ്ങനെ ചോദിച്ചേന്ന് കേട്ടോന്ന്. അപ്പൊ ഞാൻ സത്യത്തിൽ അങ്ങനെ കാര്യാക്കിയില്ല. പിന്നെ എന്ന് വന്ന് ചോദിക്കാൻ തുടങ്ങി. അപ്പൊ പിന്നെ ഞാൻ അപ്പൊ നമ്മളെ തിരക്കല്ലോ, എന്തിനാ അതിപ്പോ എപ്പോഴും എന്നെ ചോദിക്കേണ്ട ആവശ്യം അങ്ങനെ. പിന്നെ ഞാൻ 2-3 പ്രാവശ്യം അവളെ വീട്ടിൽ പോയപ്പോ കണ്ടിരുന്നു. എന്താ വെച്ചാല് ഇവളവിടെ ട്യൂഷൻ കഴിഞ്ഞിട്ട് അവിടെ എത്തണ്ടായിരുന്നു. അപ്പൊ അവിടെ പോയിട്ട് കാണുമ്പോ ഇങ്ങനെ ചിരിക്കും, പോവും. പിന്നെ അന്ന് ചിരിയാണ് മെയിൻ അല്ലേ? ചിരിയാ മസ്റ്റ്, ചിരിയിലാ വീണ്. എന്നിട്ട് അവിടുന്നാണ് ആദ്യമായിട്ട് മീറ്റ് ചെയ്തത് സ്കൂളിൽ നിന്ന്. മാനാഞ്ചിറ ആ ഒരു ഭാഗത്ത്, കോഴിക്കോട് മാനാഞ്ചിറ ആ ഒരു ഭാഗത്ത് നിന്നാണ് ഫസ്റ്റ് മീറ്റ് ചെയ്തത്. BM സ്കൂളിലാണ് പഠിച്ചത്. അവിടുന്ന് ഫസ്റ്റ് മീറ്റ് ചെയ്തു. പിന്നെ എൻ്റെ കസിനോട് ഇങ്ങനെ ചോദിച്ച് ആള് പറഞ്ഞ് ഇല്ല അവള് പാവാണ്, സെറ്റ് ആവില്ല എന്നൊക്കെ പറഞ്ഞ് എന്നെ റിജക്ട് ചെയ്തു. അപ്പൊ ഞാൻ കുറച്ച് മാസത്തേക്ക് ഒഴിവിട്ടു. മീൻസ് ഞാൻ നോക്കിയിട്ടില്ല. അപ്പൊ ഞാൻ പിന്നെ ഓൾറെഡി പഠിക്കണമുണ്ട്, ഫാദറിന്റെ കൂടെ തന്നെ വർക്ക് ചെയ്യണമുണ്ട്. പിന്നെ ഞാൻ ഇതേപോലെ ഒരു ദിവസം ഈ കസിന്റെ വീട്ടിലേക്ക് പോയി. ഒരു ദിവസം കസിന്റെ വീട്ടിൽ പോയപ്പോൾ ആളവിടെ ഉണ്ട്.
അപ്പൊ പിന്നെയും കണ്ടു. അപ്പൊ പിന്നെ എനിക്ക് ഒരു ഇൻട്രസ്റ്റഡ് ആയി മറന്നു വരുമായിരുന്നു. ഞാൻ മറന്നു വരുമായിരുന്നു. പിന്നെ നെക്സ്റ്റ് ടൈം ഇതേപോലെ തന്നെ നമ്മളെല്ലാരും കൂടി എൻ്റെ ഫാമിലി എല്ലാവരും കൂടി അവളുടെ വീട്ടിൽ നിൽക്കാൻ പോയി. അങ്ങനെ ആ ഒരു ദിവസവും ഞാൻ അവളോട് ഇങ്ങനെ സീരിയസ് ആയിട്ട് പറഞ്ഞു എനിക്ക് ഇങ്ങനെ ഇഷ്ടമാണ് ആളെ, ഒന്ന് വിളിക്കോ എന്ന് ചോദിച്ചു. അപ്പോൾ അവളുടെ വീട്ടിൽ ഫോണുണ്ട്, മൊബൈലൊക്കെ ഉണ്ട്. ആ സമയത്ത് അവളെ ഫാദർ ഗൾഫിലായതുകൊണ്ട് ഫോണൊക്കെ വാങ്ങി കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഞാൻ പറയും വീട്ടിലെത്തുമ്പോൾ എന്നെ ഒന്ന് വിളിച്ചാൽ മതി, അവളറിയാണ്ട്. അങ്ങനെ വൺ ടൈം ഞാൻ പോയി കഴിഞ്ഞ് പിറ്റേത്തെ ദിവസം അവൾ വിളിച്ചിനോട് സംസാരിച്ച് പെട്ടെന്ന് വിളിക്ക് കൊടുത്ത്. എന്നോട് ഒരാൾ സംസാരിക്കാണ്ടെന്ന് പറഞ്ഞപ്പോൾ അവൾക്ക് കൊടുത്ത്. അങ്ങനെയാണ് ഫസ്റ്റ് ആയിട്ട് കാക്കന സൗണ്ട് കേൾക്കുന്നത്. അങ്ങനെ സംസാരിച്ചു. ഫസ്റ്റ് എന്താ സംസാരിച്ച്? ഹലോ സുഖാണോ ചോദിച്ചു. സത്യം എപ്പോഴും ചോദിക്കും എന്താ പത്തു സുഖാണോ എന്ന്. അന്ന് മുതലേ പാത്തു എനിക്ക് ശരിക്കും അന്ന് പാത്തു ഫാത്തിമ എന്നേ അറിയുള്ളൂ. മരിഷ്ക എനിക്ക് അത്ര, ഞാൻ ഇതേപോലെ തന്നെ സ്ട്രൈക്ക്. അപ്പൊ ഞാൻ അത്ര ചിന്തിച്ചില്ല ഇങ്ങനെ മരിഷ്ക പേരുണ്ടാവും. എനിക്ക് പെട്ടെന്ന് അത് മൈൻഡ് സെറ്റ് ആയില്ല. ഫാത്തിമ എന്നുള്ളത് എനിക്ക് ഓർമ്മ ഉണ്ടായിരുന്നു. അപ്പൊ ഫാത്തിമ ഞാൻ കോമൺ ആയിട്ട് ഫാത്തിമ അങ്ങനെ വിളിച്ചു തുടങ്ങി. പാത്തു എന്ന് വിളിച്ച് ആ ഒരു സമയത്താണ് എനിക്ക് തോന്നുന്നത് പാത്തു എന്ന് ഫസ്റ്റ് വിളിച്ച്. പാത്തു സുഖാണോ നിൽക്കുന്ന വെച്ച്. അപ്പൊ പറഞ്ഞു ആ സുഖ ആരാന്ന് വെച്ചിനോട്. ഞാൻ പറഞ്ഞു ഞാൻ ഇങ്ങനെ ദഫ്നന്റെ കാക്കാണ്. ദഫ്ന എന്ന് പറയുന്നത് കാക്കാണ്. എനിക്ക് എന്റെ നീക്ക് ഫസ്റ്റ് കണ്ടപ്പോ തന്നെ എനിക്ക് എന്നെ ഇഷ്ടായിക്കണ്. പിന്നെ ഒന്നും പറയാൻ ഞാൻ കട്ടേതായി. അല്ല പറയാൻ പറ്റില്ല, അന്ന് ചെറുതല്ലേ, എന്താ ചെയ്യേണ്ടതെന്ന് എനിക്ക് അറിയില്ലല്ലോ. പറയാൻ പറ്റില്ല. എങ്കിൽ വീട്ടിൽ നമ്മളൊന്നും ചെയ്തില്ലെങ്കിലും വീട്ടിലറിയുമ്പോ എന്തിനാ അത് വെറുതെ എന്നറിയാം. അപ്പൊ ഞാൻ കട്ട് ചെയ്ത് കഴിഞ്ഞു. പിന്നെ പിറ്റേന്ന് അവള് സ്കൂളിൽ വന്നപ്പോ പറഞ്ഞു എന്താ കട്ട് ചെയ്ത്, കാക്ക് ഭയങ്കര സങ്കടം. ഞാൻ സങ്കടം ആയിക്കോട്ടെ, എനിക്ക് പേടിയാണ് പറഞ്ഞു. പിന്നെ ഡെയിലി ഇത് വന്ന് പറയാൻ തുടങ്ങിയപ്പോ എന്താ ചെയ്യാ, മനസ്സൊന്ന് മാറി ക്രഷ് അടിച്ചു. എത്ര നാള് പുറകെ നടക്കേണ്ടി വന്നു? പുറകെ നടക്കേണ്ടി വന്നിട്ടില്ലേ. നമ്മള് അധികം ഞാൻ ആളെ വിളിക്കല ചെയ്യാ. കസിനെ വിളിച്ചിട്ട് ഒരാളുണ്ടല്ലോ, ആളെങ്ങനെ വിളിച്ച് വെറുപ്പിക്കുകയോ. ആൾക്കൊരു അഫയർ ഉണ്ട് ആ സമയത്ത്. അപ്പോ ആ വീട്ടിൽ അത് സപ്പോർട്ട് ചെയ്യാൻ വേണ്ടിട്ട് എന്നെ പ്രൊമോട്ട് ചെയ്യുന്നു. കാരണം ഇന്നെ വിളിക്കാന്ന് പറഞ്ഞിട്ടാണ് ആളെന്ത് ചെയ്യാ, ആളെ വിളിക്കുക. അപ്പൊ ആ ഒരു ഇതിൽ വരുമ്പോ എന്നെ ഇടയ്ക്ക് വിളിക്കൂ. അപ്പൊ ഞാൻ എനിക്ക് എന്തിനാ വിളിച്ചത്, അപ്പൊ അമ്മ വന്നപ്പോ എന്നെ വിളിച്ചാണ്. അപ്പൊ ഞാൻ ഓക്കെ. അപ്പൊ ഞാൻ മുണ്ടാണ്ട് കുറച്ച് നേരം ഉമ്മ പോണ വരെ എന്റെ ഫോണിലേക്ക് വിളിച്ചിട്ട് നിൽക്കും. അത് കഴിഞ്ഞാൽ ഇവളെ എടുത്തിട്ടുണ്ടെന്ന് ഞാൻ വെറുതെ ചോദിക്കും. അപ്പൊ എന്ത് ചെയ്യും, സ്പോട്ടിൽ കൊടുക്കും. അല്ല അവള് കഴിച്ചില്ലാൻ വേണ്ടിട്ട് ഇങ്ങനെ കൊടുക്കും. അപ്പൊ ഞാൻ കുറച്ച് നേരം സംസാരിക്കും. അപ്പൊ അന്ന് കാക്ക വിളിച്ചപ്പോ എനിക്ക് ആ ഒരു ഫീൽ വന്നില്ല. എന്നെ എപ്പോഴും കാക്ക വിളിച്ചപ്പോ ഞാൻ എന്റെ ഏട്ടനാണോന്നുള്ള അപ്പൊ ഞാൻ എന്നെ കാക്ക വിളിക്കണ്ട, ജുനോദ് വിളിച്ചാൽ മതി. പിന്നെ ഒരു സുപ്രഭാതത്തിൽ ഒരു കോയിൻ ബോക്സ് ഒരു കോൾ വന്നു. ഒരു കോയിൻ ബോക്സ് ഞാൻ ഫാത്തിമാണ്. എന്നോട് എന്താ പറയാണ്ട് വെച്ച്. ഞാൻ പറയാം ഒന്നും പറയാനില്ല, ശരി എന്ന് പറഞ്ഞു. കട്ട് ചെയ്തു. ഞാനൊന്നും പറയാനില്ല എന്ന് പറഞ്ഞപ്പോ കട്ട് ചെയ്തു. പിന്നെ ഒരു ടൈമിൽ അതേ കോയിൻ ബോക്സ് പിന്നെയും കോൾ ചെയ്തു. എൻ്റെ ലാസ്റ്റ് ഒരു രൂപയേ ഉള്ളൂ, ഇനി വിളിക്കാൻ കഴിയില്ല, എനിക്ക് ഇനി ബസ്സിന് പോകാനുള്ള ബാക്കി ഒരു രൂപ കൂടെ ഉള്ളൂ. അപ്പൊ ഞാൻ എന്താന്ന് വെച്ചു. അപ്പൊ ചോദിച്ചു എന്തേ, എനിക്ക് മനസ്സിലായില്ല, എന്താ വിളിച്ചെന്ന് ചോദിച്ചു. അപ്പൊ ഞാനൊരു ഇതിട്ടതാണ്, ഒരു എന്താ അറിയണല്ലോ, നമ്മളായിട്ട് അങ്ങനെ പറയണ്ടല്ലോ. അപ്പൊ പെട്ടെന്ന് എന്നോട് പറഞ്ഞു എനിക്ക് നിങ്ങളെ ഇഷ്ടമാണ് എന്ന് പറഞ്ഞിട്ട് കട്ട് ചെയ്ത്. ഞാൻ വിചാരിച്ചു ഷോക്ക് അടിച്ചെനിക്ക്. പിന്നെ ഒരു 4 ദിവസമൊക്കെ കോൾ ചെയ്യണം. അപ്പൊ എനിക്ക് ആളെ ആ ഒരു മുഖം കുറച്ച് ഗ്യാപ്പ് വന്നിട്ടുണ്ടായിരുന്നു. ആ ഒരു കോളിങ്ങിലൊക്കെ കുറച്ച് ഗ്യാപ്പ് വന്നിട്ടുണ്ടായിരുന്നു. അവിടെ വീട്ടിലേക്ക് വിളിക്കണൊക്കെ ഇങ്ങനെ ഇടയ്ക്ക് വിളിക്കുമ്പോൾ റാൻഡായിട്ട് കിട്ടുള്ളൂ. അപ്പൊ എനിക്ക് ആളെ ഫേസ് അത്ര അങ്ങോട്ട് മൈൻഡിൽ നിന്ന് അങ്ങോട്ട് ഔട്ടായിരുന്നു. കണ്ടിട്ടുണ്ടെങ്കിലും ആ ഒരു ഫേസ് നമുക്ക് പെട്ടെന്ന് ഐഡിയ കുറെ കാലം കാണാണ്ടാകുമ്പോൾ ഒരു ഇതുണ്ടല്ലോ. അപ്പൊ ഞാൻ പറഞ്ഞു, ഞാൻ ദഫ്നെ വിളിച്ചു പറഞ്ഞു, എന്റെ കസിനെ വിളിച്ചു പറഞ്ഞു, ഞാൻ എന്തായാലും ഒരു ദിവസം സ്കൂളിന്റെ ഫ്രണ്ടിലേക്ക് വരാം, നമുക്ക് അവിടുന്ന് എനിക്കൊന്ന് കാണണോ ഒരാവശ്യം കൂടി. ഓക്കെന്ന് പറഞ്ഞു. അങ്ങനെ ഞാനും നമ്മള് ഫസ്റ്റ് കാണാൻ വേണ്ടിട്ട് അവിടെ എത്തി. സത്യത്തിൽ നമുക്ക് പിന്നെ സെക്കൻഡ് ടൈം നമ്മൾ കാണാൻ വരുന്നത്. അന്ന് സെക്കൻഡ് ടൈം നമ്മൾ അവിടെ നിന്ന് കാണാൻ വരുമ്പോ ഞാൻ രാവിലെ തലേന്ന് എന്നെ വിളിച്ചിട്ട് പറയും ഇന്ന ടൈമിന് ഞാനവിടെ ഉണ്ടാവുന്നത്. പക്ഷെ ഞാനൊരു 4 പ്രാവശ്യം കാണാൻ വന്നിട്ട് ആളെ കണ്ടില്ല. സത്യത്തിൽ പേടിയായിട്ട് ഞാൻ വേഗം സ്കൂളിൽ ഓടിക്കാളും. എന്നിട്ട് ഞാനവിടെ ഒന്ന് കുറെ കാത്തുക്കും. സ്കൂളിൽ ബെല്ലടിച്ച് കഴിഞ്ഞിട്ട് പ്രാർത്ഥന കഴിഞ്ഞിട്ടാണ് ആള് പോവാ. അപ്പത്തേക്ക് എന്റെ ക്ലാസ് കട്ടായിട്ടുണ്ടാവുന്നത്. പിന്നെ പിറ്റേത്തെ ദിവസം എന്റെ ഒരു കസിൻ ഉണ്ടായിരുന്നു, വേറൊരു കസിൻ കസിൻ ഉണ്ടായിരുന്നു. അവിടെ നിന്ന് സൗദിയിൽ നിന്ന് വന്നിട്ടുള്ളായിരുന്നു. അപ്പോൾ ആൾക്ക്
കാലിക്കറ്റ് ഒന്നും അറിയില്ല, കുറെ ചെറുപ്പത്തിലേ പോയത്. അപ്പൊ എന്റെ കൂടെ തന്നെയായിരുന്നു ക്ലാസ്സിന് പോലും. അപ്പൊ അവളെ ഇറക്കി കൊടുക്കാൻ വരുമ്പോൾ ഞാൻ അവളെ പ്രൊമോട്ട് ചെയ്യും, ഈ കൂടെ വാ എന്നാ ഒരു ധൈര്യം കിട്ടും എനിക്ക്. അതിന് സ്കൂളിന് മുമ്പിൽ ഇപ്പോൾ കുറെ ആൾക്കാരുണ്ടാകുമ്പോൾ ഭയങ്കര ഷൈ ആണല്ലോ. അപ്പൊ ഞാൻ പറഞ്ഞു നീ വാ, അപ്പോൾ കുഴപ്പമുണ്ടാവില്ല. അപ്പൊ എന്റെ കൂടെ ഒരു കസിൻ ഉണ്ടാകുമ്പോൾ സംസാരിച്ചുകൊണ്ട് നിൽക്കുമ്പോൾ വലിയ ബുദ്ധിമുട്ടുണ്ടാവില്ലല്ലോ. അപ്പൊ ഞാൻ അവളെയും കൂട്ടിയിട്ടാ പോവല്. അങ്ങനെ 2 പ്രാവശ്യം 3 പ്രാവശ്യം വന്നപ്പോ പിന്നെ കുറച്ച് 2-3 പ്രാവശ്യം ഫോൺ ചെയ്തില്ല നമ്മള്. പിന്നെ കാണാൻ വരുന്നുള്ളത് ഫോൺ ചെയ്ത് പറഞ്ഞില്ല. അപ്പൊ എന്നോട് ദഫ്നാണ് എന്നോട് കസിനാ വിളിച്ച് പറയാം ഇന്ന സമയത്ത് അവള് വരൂട്ടോ, അവിടേക്ക് വന്നാൽ മതി. എന്താ ഫോൺ ചെയ്യാൻ പറ്റാത്ത എന്താ ഇഷ്യൂ ഉണ്ടാകുന്നു? വീട്ടിൽ പൊക്കി അല്ല, വീട്ടിൽ പൊക്കാനൊന്നും ആയിട്ടില്ല. കാണുന്നുള്ളൂ. അല്ല, എന്നോട് പറഞ്ഞാൽ ഞാൻ പറയാം, അല്ലെ പിന്നെ കാണാന്ന് പറഞ്ഞിട്ട് ഞാൻ ഓളെയും കൂട്ടി പോകും. അപ്പൊ എന്നോട് പറഞ്ഞിട്ടില്ല. അവിടെ അവളെന്നോട് ഈ സമയത്ത് വരാ, ഈ സമയത്ത് വന്നാൽ മതി, എനിക്ക് ഇത് തരാം, ഐ മീൻ ഇന്ന സമയത്താണ് പോവാ, അവിടെ ആ സമയത്ത് വന്നവളെ കാണാൻ പറ്റും. അപ്പോൾ ഞാൻ കാണാൻ വേണ്ടി പോകുമ്പോൾ സമയത്തൊക്കെ ആളെ കാണൂല. എന്നിട്ട് തലേന്ന് പിറ്റേന്ന് ഞാൻ ദഫ്നെ കസിനെ വിളിച്ചു പറയും ഇന്ന് അവളെ കണ്ടില്ലല്ലോ, എന്ത് പറ്റി? എല്ലാം അവൾ വന്നില്ലല്ലോ, അവിടെ കുറേ തന്നെ കാത്തുനിന്ന് പോയി. അപ്പം നമ്മളൊരു ചെറിയ ടൈം ഡിഫറൻസിലുള്ള മീറ്റിംഗ് പ്രശ്നമായിരുന്നു. കാരണം ഞാനൊരു 8:40 വരുമ്പോൾ ആൾ 8:10 അല്ല സോറി 8:45 ഞാൻ എത്തുള്ളൂ. 40 ആൾ കയറിയിട്ടുണ്ടാവും. ഒരു 5 മിനിറ്റിൽ നമ്മളൊരു 3-4 ഡേയ്സ് മിസ്സാവലുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ വിചാരിച്ചു എന്നെ പറ്റിക്കാനാണ്, എന്നെ വെറുതെ പറ്റിക്കാൻ. ഞാൻ ദഫ്നോട് പറഞ്ഞു അവള് പറ്റിച്ചാണ് എന്നെ കാണാൻ താല്പര്യമൊന്നുമില്ല വെറുതെ. അന്ന് ഞാൻ ഇങ്ങനെ ഇല്ലായിരുന്നു കേട്ടോ, കുറച്ചും കൂടി ഡാർക്ക്. നമുക്ക് നമ്മള് പേഴ്സണലി ഒരു ഫീൽ ഉണ്ടാവില്ല, ഞാൻ അങ്ങനെ ആയിരിക്കും, ഞാൻ കാണാൻ ലുക്കിലായിട്ട് ഞാൻ സ്കിപ്പ് ചെയ്ത് പോയതാണോ. അങ്ങനെ കുറെ ദിവസം ഞാൻ 2-3 പിന്നെ ഫോൺ വന്നില്ല കുറച്ച് ദിവസം. അപ്പൊ ഞാൻ ഓൾറെഡി നമ്മളെ സ്കിപ്പ് ചെയ്താണ്. അന്നത്ര വലിപ്പമൊന്നുമില്ല കേട്ടോ, ആള് ചെറുതേനു. പിന്നെ ഞാൻ 2 ദിവസം കൽപ്പിച്ച് ഞാൻ 8 മണിക്ക് കുളിച്ച് മാറ്റി മറ്റേ കിണറിന്റെ പറ്റുന്ന മറ്റേ തൊട്ടിയിലേക്ക് വെള്ളം പറഞ്ഞുള്ള സീൻ ഉണ്ടല്ലോ, അങ്ങനെയല്ല, എനിക്കൊരു ഒരു ഫീലിംഗ് അങ്ങനെ വരാം. എന്നിട്ട് ഞാൻ രാവിലെ തന്നെ 7 മണിയാകുമ്പോൾ പോയിട്ട് അവിടെ വന്ന് ഒരു കണ്ടിട്ടേ പോകും. അങ്ങനെ ഉറപ്പിച്ചു വന്ന്. കൂടെ കസിനും ഉണ്ടായിരുന്നു, അമ്മായിന്റെ ഒരു മോളും. എനിക്ക് അവൾക്ക് കാണിച്ചു കൊടുക്കണല്ലോ, അവളോട് പറഞ്ഞു എനിക്ക് കെട്ടണം, ആ ഒരു ഫീലിലാണ് പോയത്. അന്ന് വലിയ ബിൽഡപ്പ് ഒക്കെ ഇട്ട് വന്നതല്ലേ, കണ്ടിട്ടേ പോവുള്ളൂ. അന്ന് ഞാനൊരു ഡിയോ ഇറങ്ങിയ സമയം, ഡിയോ ഇല്ലേനോ, ബ്ലൂ കളർ ഡിയോ, വയലറ്റും ബ്ലൂ. എന്റെ ഫ്രണ്ട്സ് 2 ആളും ആ സമയത്ത് എടുത്തിരുന്നു. അന്ന് എന്റെ സ്പെൻഡർ ആയിരുന്നു, ലൈക്ക് സ്പെൻഡർ വണ്ടിയായിരുന്നു. ഫാദർ യൂസ് ചെയ്ത വണ്ടി ഞാൻ ഉപയോഗിച്ചിരുന്നു. എല്ലാം ബ്ലൂ വരും, ഫുള്ളായിട്ട് ബ്ലൂലാ വന്നേ. ബ്ലൂ ജീന്, ബ്ലൂ ഒരു ബനിയന്, ബ്ലൂ ബാഗ്, ബ്ലൂ വണ്ടി. അങ്ങനെ എന്റെ ഫ്രണ്ട് പറഞ്ഞു നമുക്ക് ഈ കൂടെ പോവാന്നായിരുന്നു. ഞാൻ വേണ്ട, നമുക്ക് അപ്പുറത്ത് കൂടെ പോയാൽ പോരെ. അല്ല, നമുക്ക് ഈ കൂടെ പോതാ നല്ലത് തന്നെ. അങ്ങനെ പോയി നമ്മള് റോഡ് ക്രോസ് ചെയ്യാന്നൊക്കെ നേരെ ഓപ്പോസിറ്റ് ഉണ്ട്. ഇവര് 2 ആളും ചിരിച്ച് നിൽക്കുന്നു. ഓ, ഭയങ്കര ഫീൽ ചെയ്യുന്നു കേട്ടോ അത്. അങ്ങനെ ഞാൻ വേർത്തൊലിച്ച് റബ്ബേ, എനിക്ക് എന്താ അവിടെ സ്ഥലം തികയാത്ത പോലെ തോന്നി. ടെൻഷനായിട്ട് നമ്മൾ ഫസ്റ്റ് ആയിട്ട് കണ്ടിക്കണെങ്കിലും പക്ഷെ ഇഷ്ടമെന്ന് പറഞ്ഞതിൻ്റെ ശേഷം റബ്ബേ, ഒരാൾ ഇന്ന് ചിലപ്പോൾ ഇഷ്ടമില്ല എന്ന് പറയാൻ വേണ്ടി വന്നതാണെങ്കിലോ പറയാൻ പറ്റില്ലല്ലോ. അപ്പോൾ ടെൻഷനേനു. പിന്നെ ഒന്നും മിണ്ടിയിട്ടൊന്നുമില്ല, സംസാരിച്ചിട്ടൊന്നുമില്ല. കുറേ നേരം അവിടെ നിന്ന് ഞാൻ തല തിന്ന് ഇക്കാക്ക് എന്നെ കുറേ നേരം നോക്കി നിന്ന്. ഞാൻ പറയാം നമുക്ക് പോവല്ലേ എന്നാല്, ഒന്നും പറയാനൊന്നും ചേച്ചി. പിന്നെ അമ്മായിൻ്റെ മോള് സംസാരിച്ചിട്ട് എന്നോട് എന്താ പേര് എന്നൊക്കെ ചോദിച്ച്. എൻ്റെ പേര് മരിഷ്കാന്ന് കേട്ടപ്പോൾ തന്നെ നിങ്ങളിപ്പോൾ ചിരിച്ച മാതിരി തന്നെ ഒരു ചിരിച്ചു, മരിഷ്കേ പേര് കേട്ടപ്പോൾ. പിന്നെ ഞാൻ വേഗം ക്ലാസ്സിലേക്ക് പോയി. അങ്ങനെ ഇത്രേ ഉള്ളൂ. ബാക്കി ഞാൻ നമ്മള് വീഡിയോയിൽ പറയാം. എത്ര നാൾ പ്രണയിച്ചിട്ട് കല്യാണം കഴിച്ചേ? 7 കൊല്ലം. 7 കൊല്ലം പ്രണയിച്ചു അല്ലേ? ഈസി ആയിരുന്നോ വീട്ടിലേക്ക് അവതരിപ്പിക്കാൻ? വീട്ടില് നമുക്കൊരു 3 ഇയേഴ്സ് പോലെ വീട്ടിലൊന്നും പ്രശ്നമില്ലായിരുന്നു. 3 ഇയേഴ്സ് വരെ ഉണ്ടായിരുന്നില്ല, അറിഞ്ഞിട്ടില്ലായിരുന്നില്ല. 3 ഇയേഴ്സ് പൊക്കിയിട്ടുണ്ടോ വീട്ടില്? ഒരുപാട്. ഓർമ്മിപ്പിക്കല്ലേ? അത് കുറച്ച് ഹോസ്പിറ്റലൈസ്ഡ് ഒക്കെ ആയിരുന്നു. അന്ന് ഭയങ്കര പ്രശ്നമായിരുന്നു. ഒരു ലവ് മാരേജ് എന്നൊക്കെ പറഞ്ഞ ആ സമയത്ത് ലവ് ചെയ്യാന്നൊക്കെ പറഞ്ഞാൽ ഭയങ്കര ഇപ്പൊ വലിയ പ്രശ്നമില്ലല്ലോ. ഇപ്പോഴത്തെ കുട്ടിയൊക്കെ സീനേ ഇല്ല. ബോയിന്റെ കൂടെ നടക്കാന്നൊക്കെ പറഞ്ഞാൽ എന്നുള്ളൊരിതേനു. കാരണം എന്റെ ഫാമിലിയില്, ഇക്കാന്റെ ഫാമിലിയിലായാലും ലവ് മാരേജ് ആരും ചെയ്തിട്ടില്ല. എന്റെ ഫാമിലി ലവ് മാരേജ് ഉണ്ടായിരുന്നു. അന്ന് ലവ് മാരേജ് പറഞ്ഞാൽ അവരടുത്ത് എന്താ പറയാ ഭയങ്കര സീനായിട്ടേനു അവര് ലവ് മാരേജ്. അപ്പോൾ ഞാൻ അത്ര ഏജിൽ തന്നെ ഈ ലവ് മാരേജ് എന്നൊക്കെ പറയുമ്പോൾ എൻ്റെ കുറച്ച് ഞാനൊരു 21 സമയത്താണ് വീട്ടിലൊക്കെ അറിഞ്ഞു. അപ്പൊ എൻ്റെ അമ്മ പറഞ്ഞു അത് പ്രശ്നമില്ല, ചെറിയ പ്രായമല്ലേ, പ്രായത്തിന്റെ മാറിക്കോളൂ. എൻ്റെ അമ്മ ഭയങ്കര സില്ലിയൊക്കെ കിട്ടും.
പിന്നെ നമ്മള് ഇത്ര ഷാർപ്പാന്നുള്ള കാര്യവും വീട്ടുകാർക്ക് അറിയില്ലായിരുന്നു. പിന്നെ ഞാൻ 10th പഠിക്കുന്ന ടൈമിൽ ഈ 18 വയസ്സിന്റെ ഒന്നുമില്ല. ആ ടൈമിൽ തന്നെ കല്യാണം കഴിച്ചു വിടും. കുറച്ചുകൂടി മുന്നേ 10ാം ക്ലാസ് കഴിയുമ്പോൾ തന്നെ പെണ്ണ് കല്യാണം ഉറപ്പിച്ചിടും. എന്റെ കൂടെ പഠിച്ച കുട്ടിയൊക്കെ കല്യാണമൊക്കെ കഴിക്കുന്ന ആ ടൈമിൽ അങ്ങനെ ഒരു കല്യാണം ഉറപ്പിച്ച് അങ്ങനത്തെ കുറച്ചൊരു സീൻ ഉണ്ടായിരുന്നു. ശരിയാ, എന്റെ കൂടെ പഠിക്കുമ്പോൾ ഒരു കുട്ടിയുടെ കല്യാണം 10th. അതാണ് 10th പഠിക്കുമ്പോൾ ശരിയാ, എനിക്ക് ഓർമ്മയുണ്ട്. അപ്പം ഞാൻ ഇത് പറയുമ്പം എനിക്കിത് വീട്ടിൽ അവതരിപ്പിക്കണല്ലോ. കാക്ക ചെറുതാണ്, ഞാനും ചെറുതാണ്. വീട്ടിലിത് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഓരോ വീട്ടിലെന്തായാലും സമ്മതിക്കൂല, കാരണം ചെറുതാണ്, പഠിക്കാണ്, വർക്കില്ല. അപ്പം എന്തായാലും വെയിറ്റ് ചെയ്യണം, അപ്പം എന്തായാലും സ്ട്രഗിൾ ചെയ്യണം. അപ്പം ഞാൻ സ്ട്രോങ് ആവണം. അപ്പം പിന്നെ മോട്ടിവേഷൻ ഉണ്ടായിരുന്നു ഇവിടുന്ന് നന്നായിട്ട്, അതിനെക്കൂടി സ്ട്രോങ് ആയി. അങ്ങനെ ലാസ്റ്റ് വീട്ടുകാർ സമ്മതിക്കേണ്ടി വന്നു. കുറെ കാര്യങ്ങൾ ഇടയ്ക്കൊക്കെ കുറെ വിപ്ലവങ്ങളൊക്കെ സൃഷ്ടിച്ചു. പക്ഷെ നമ്മൾ രണ്ടാളും ഞാൻ ഇറക്കി കൊണ്ടുവരില്ല. അന്ന് കുറച്ച് ഇറക്കി കൊണ്ടുവരുന്ന സീനൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. അന്നല്ലേ മറ്റേ പാട്ടുണ്ടായിരുന്നു, ഒരു പാട്ടുണ്ടായിരുന്നു. ഞാൻ പറഞ്ഞു, ഫ്രണ്ട്സ് ഒക്കെ പറഞ്ഞു കല്യാണം കഴിക്കുമ്പോ കുട്ടികളൊക്കെ ചെറിയ കുട്ടികളെ കൂട്ടിക്കൊണ്ടുവരുമ്പോ പാട്ടില്ലായിരുന്നു. അപ്പൊ ഞാൻ ആ പാട്ട് കേൾക്കുമ്പോ ഇങ്ങനെ പറയുന്നു കൂട്ടിക്കൊണ്ടുവന്നിട്ടുണ്ട്. അപ്പൊ അത് അങ്ങനെ ഭയങ്കര, പിന്നെ ഇന്റർകാസ്റ്റ് മാരേജിലൊക്കെ ഭയങ്കര സീനുള്ള സമയമാണ്. ആ സമയത്ത് ഇന്റർകാസ്റ്റ് മാരേജിലൊക്കെ ഭയങ്കര സീൻ. ലവ് മാരേജ് ഒന്നും അലോഡല്ല, ആരും സമ്മതിക്കൂല. ഇത് ലവ് എന്ന് പറഞ്ഞാൽ തന്നെ എന്താ പറയാ, ആരോ കൊല്ലണ സമയമാണ്. അപ്പൊ ഒരാളെ കൂടെ, ഒരു ബോയിന്റെ കൂടെ പോയാലും അതിൽ ഭയങ്കര സീനായിരുന്നു. ഇപ്പൊ അങ്ങനെയല്ല കേട്ടോ, ഇപ്പൊ ഭയങ്കര ഫ്രീ ആണ് എല്ലാവരും. അത് കാണുമ്പോ സത്യത്തിൽ പൂജ വന്ന് ഞാൻ വെറുതെ അടി വാങ്ങി. ശരിയാ, പണ്ടൊക്കെ റിലേഷൻഷിപ്പ് വീട്ടിൽ പൊക്കുമ്പോ ഭയങ്കര സീനാ. പക്ഷെ ഇപ്പൊ നമ്മുടെ ചെറിയ അനിയന്മാർക്ക് അനിയത്തിമാരൊക്കെ കൂളായിട്ട് ബോയ് ഫ്രണ്ട് ഇൻസ്റ്റാഗ്രാം സ്റ്റോറി ഇടുന്നു, ഫോട്ടോ ഇടുന്നു. ഇപ്പൊ എങ്ങനെയാ വെച്ചാല് ക്ലോസ് ഫ്രണ്ട്സിനെ സ്റ്റോറി ഇടും. നമ്മൾ ഫസ്റ്റ് എനിക്ക് തോന്നുന്നു നമ്മളൊരു ഫോട്ടോ എടുത്തിട്ട് ഞാൻ എങ്ങനെയൊക്കെ നമുക്ക് തന്നെ അറിയില്ല. അല്ല, കാരണം എടുത്ത് വെക്കണല്ലോ നമുക്ക് എപ്പോഴെങ്കിലും. എന്താ ഇപ്പം ഞാൻ ആ സാരി എടുത്ത ഫോട്ടോ ഇല്ല, അതിൽ ഞാനൊക്കെ ആക്കി നിൽക്കുന്ന ഒരു ഫോട്ടോ ഉണ്ട്, നമ്മൾ രണ്ടാളൊപ്പരം പോയി എടുത്ത ഫോട്ടോ ഉണ്ട്. അത് എടുത്ത് വെക്കാൻ പാടിട്ട് സ്റ്റുഡിയോ പോയിട്ട് ഇപ്പൊ വീട്ടില് സീനൊന്നും ഇല്ലല്ലോ. പിന്നെ നമ്മള് സ്ട്രോങ് ആയിട്ട് ആള് സ്ട്രോങ് ആയി. ഞാൻ എത്ര സ്ട്രോങ് ആവും വിചാരിച്ചില്ലായിരുന്നു. നമ്മൾ അതിന്റെ ഇടയ്ക്ക് പിന്നെ ഒരു വേണ്ടാന്നുള്ള ബ്രേക്കപ്പിന്റെ ഒക്കെ ഒരു വീട്ടുകാരെ പ്രഷർ കൊണ്ട് എന്റെ വീട്ടുകാരെ സമ്മതിക്കാണ്ട് പിന്നെ ഞാൻ പറഞ്ഞു വേറെ കല്യാണം ഉറപ്പിച്ചു. അപ്പൊ അതിന്റെ ഒക്കെ പ്രശ്നം വന്നപ്പോ കാക്ക വന്ന് പറഞ്ഞ് എനിക്ക് വേണ്ടെന്ന് പറഞ്ഞു. അങ്ങനെയല്ല, എന്റെ വീട്ടില് ഭയങ്കര പ്രഷറായി. അപ്പൊ എനിക്ക് ഞാൻ പറഞ്ഞ ആളോട് ആദ്യം നമ്മള് വീട്ടുകാർ രണ്ടാൾ ഓക്കെ ആയാലും മാത്രമേ കല്യാണം കഴിക്കുള്ളൂ, ഇറക്കി കൊണ്ടുവരില്ല. പിന്നെ ആളും അങ്ങനെ വരില്ല എന്നുള്ളത് സ്ട്രിക്റ്റ് ചെയ്യുന്നു. അപ്പൊ അന്ന് കുറച്ച് ബുദ്ധി ഉണ്ടെങ്കിലും നല്ല കാര്യം കുറച്ച് ചെയ്തിട്ടുണ്ടായിരുന്നു. ഇപ്പൊ ആലോചിക്കുമ്പോ അന്ന് ഇറങ്ങി വന്നിട്ടുണ്ടെങ്കിൽ ഈ ഒരു ഹാപ്പിനെസ് ഉണ്ടാവില്ല. കാരണം ഉപ്പ അമ്മ ഉണ്ടാവില്ലല്ലോ, എന്തിനാ വെറുതെ അവരൊക്കെ പിന്നെ നമ്മളാ ടൈമിങ് ഓരോന്ന് സ്റ്റേജ് ഇങ്ങനെ മാറി കൊണ്ടിരുന്നു. കാരണം പിന്നെ അന്നത്തെ ഒരു കല്യാണം ഇറക്കിക്കൊണ്ടതിൽ കോടതിയിൽ നിന്നുള്ള ആ വീഡിയോസ് ഒക്കെ ഭയങ്കര വൈറലായിരുന്നല്ലോ. കോടതി വീഡിയോസിലൊക്കെ വാപ്പ കാര്യന്നു, മോള് കാര്യന്നു, അതൊക്കെ കേൾക്കുമ്പോൾ ഭയങ്കര ടെൻഷനായിരുന്നു. പിന്നെ അത് മാറി. നമ്മളാ ഒരു 2K ആൾക്കാർ, നമ്മൾ അതിന്റെ ഇടയിലുള്ള ആൾക്കാരായിരുന്നു. നമ്മളല്ലേ 2K അല്ല, അതും പഠിക്കാനായി, ഇപ്പോഴത്തും പഠിക്കാനായി. അങ്ങനെ ഇപ്പൊ എല്ലാ സ്ട്രഗിൾസ് ഒക്കെ ഫേസ് ചെയ്ത് ഒന്നിച്ച് ഇപ്പൊ 4 years ആയി കല്യാണം കഴിഞ്ഞിട്ട്. 8 years കല്യാണം കഴിഞ്ഞിട്ട്. 7 years ലവ് ചെയ്തിട്ട് 8 years ആയി കല്യാണം കഴിഞ്ഞിട്ട്. ഓക്കെ, നിങ്ങൾ പ്രപ്പോസ് ചെയ്തിട്ടുണ്ടോ അങ്ങോട്ടും ഇങ്ങോട്ടും? ഒരാളെ അന്ന് ഇഷ്ടാന്ന്, ഒരു ഹംസ് ഉണ്ടായത് കൊണ്ട്. ഹംസാണ് മെയിൻ. മെയിനായിട്ട് പറയുകയാണെങ്കിൽ ദഫ്ന എന്നാണ് ആളെ പേര്. കല്യാണം കഴിഞ്ഞ ആളും ഒരു സെറ്റ് ആയിട്ടോ, ഒരാണ് സെറ്റ് ആയത്.
ഓക്കെ. പക്ഷെ എനിക്ക് തോന്നുന്നു ഓരോ റിലേഷനിലൊക്കെ ഈ ഹംസം ഉണ്ടെന്നൊക്കെ ഞാൻ അങ്ങനെ കേട്ടിട്ടില്ല. ലൈക്ക് കേട്ടിട്ടുണ്ട്, ബട്ട് ഇങ്ങനെ ഇപ്പൊ നേരിട്ട് ഇല്ല. അറിഞ്ഞിട്ടില്ല. പണ്ട് അംശം വേണമെങ്കിൽ മസ്റ്റ് ആയിട്ട് മസ്റ്റ് ഒരു ഫ്രണ്ട് അല്ലെങ്കിൽ ഒരു കസിൻ ഒക്കെ വേണം. കസിനോ അല്ലെങ്കിൽ ഫോണൊന്നും അങ്ങനെ ഇല്ല. പിന്നെ വാട്സപ്പ് ഇൻസ്റ്റാഗ്രാം ഒന്നും തീരെ ഇല്ല. അന്ന് ടെക്സ്റ്റ് മെസ്സേജ് ചെയ്യുന്നു കേട്ടോ. അന്ന് നമുക്ക് 100 മെസ്സേജ് അയക്കാൻ പറ്റുള്ളൂ. ആ ശരിയാ. 100 മെസ്സേജ്, അതേപോലെ തന്നെ 20 റുപ്പീസിന്റെ റീചാർജിന്റെ കാർഡ് വാങ്ങിട്ട് എന്റെ ഇത്ര അട്ടി കാർഡ് ഉണ്ടായിരുന്നു ആളെ വിളിക്കാൻ വേണ്ടിട്ട്. ഇപ്പോഴും എടുത്തിട്ടുണ്ട് കാർഡ്, എടുത്ത് വെച്ചിട്ടുണ്ട് ഞാൻ. അതെന്താ അറിയോ, ലാസ്റ്റ് ഇവിടെ വന്നിട്ടില്ലെങ്കിൽ ഫുള്ള് ക്യാഷ് വാങ്ങണല്ലോ. ഞാൻ വന്നപ്പോ കാണിച്ചു കൊടുത്തിട്ടുണ്ട് ഞാൻ ഇത്ര കാർഡ്. അതെന്താ വെച്ചാൽ എന്റെ ബെഡിന്റെ അടിയിൽ ഒരു ബോക്സിൽ ഞാൻ ഇട്ട് വെക്കും. കാരണം ഞാൻ 4 കാർഡ് 5 കാർഡൊക്കെ ഡെയിലി വാങ്ങിനു. കാരണം ഒരു കാർഡ് സ്വൈപ്പ് ചെയ്താ അരമണിക്കൂറോ. എനിക്ക് ഫോണ് കിട്ടണ അരമണിക്കൂറൊക്കെ ഫോണ് കിട്ടണ ഒരു ടൈം എപ്പോഴാന്ന് അറിയില്ല. രാത്രിയൊക്കെ എപ്പോഴെങ്കിലും എനിക്ക് ഫോൺ കിട്ടുക നല്ല ഹാർഡായ സമയത്ത് നമ്മൾ സ്ട്രോങ് റിലേഷൻ ആയ സമയത്താണ് കാര്യം പറഞ്ഞത്. കിട്ടുന്ന കാരണം എൻ്റെ അനിയത്തൊക്കെ ഭയങ്കര സപ്പോർട്ട് ചെയ്യണേ. ആരെങ്കിലും ഉറങ്ങിക്കുന്നൊക്കെ കണ്ട ആരെങ്കിലും ഫോൺ എനിക്ക് എടുത്തോണ്ടി തരും. അതൊന്ന് വിളിച്ചു അപ്പൊ ഞാൻ ഫോൺ വിളിക്കുമ്പോൾ ഇടക്കിട്ട് ഞാൻ റീചാർജ് ചെയ്യട്ടെ പറയും. അപ്പൊ തന്നെ എടുത്ത് കണ്ട് സ്ക്രാച്ച് ചെയ്യും. അന്ന് 20 മിനിറ്റ് സംസാരിക്കാൻ കഴിയുള്ളൂ. 20 റുപ്പീസിന്റെ അന്ന് 40, 50 പിന്നെ 100. അപ്പൊ അങ്ങനെ ചെയ്യാൻ പറ്റാ. അപ്പൊ എനിക്ക് ഒരു 100 റുപ്പീസിന്റെ ഏതാ 1 മണിക്കൂറോ അങ്ങനെ എന്തോ സംസാരിക്കാൻ കഴിയുള്ളൂ. എന്റെ ഒരു കെട്ടുണ്ട്. ഐഡിയ ആയിരുന്നു, ഞാൻ ഐഡിയ യൂസ് ചെയ്തു. ഐഡിയ അതുകൊണ്ട് ഇത്ര ഐഡിയാസ് ഒക്കെ വന്നേ. ഓക്കെ, എന്തായാലും ഞാൻ നിങ്ങൾക്ക് ഒരു വീഡിയോയും കൂടി കാണിച്ചു തരാം. നമ്മൾ ഓൾറെഡി ചെറുതായിട്ട് ഡിസ്കസ് ചെയ്തൊരു മാറ്ററാണ്, എന്നാലും നമുക്ക് ആ വീഡിയോ കണ്ടിട്ട് സംസാരിക്കാം. മറ്റേ കല്യാണപ്പുരൊന്നും ചോദിച്ചു ആ വീഡിയോ പാത്തിന് ഭയങ്കര ഫീൽ ചെയ്ത സമയല്ലേ ല്ലേ? എന്താ അറിയോ, പാത്തുനിങ്ങനെ പാത്തുവിന്റെ ഈ വീഡിയോയില് ഭയങ്കര വിഷമം, ബേബിന്റെ കാര്യത്തിൽ ആള് ഭയങ്കര വിഷമം. അതിങ്ങനെ ഇപ്പൊ വേണ്ടെന്ന് വെച്ചിട്ടാണ്. അല്ല, അത് ഓട്ടോമാറ്റിക്കലി നമ്മൾ ട്രീറ്റ്മെന്റ് ഉണ്ട് ഇപ്പോ. അത് ചെറിയ ചെറിയ പ്രശ്നങ്ങളായിരുന്നു. അപ്പോൾ അത് ട്രീറ്റ്മെന്റ് എടുത്തുകൊണ്ടിരിക്കുന്നുണ്ട്. ആൾക്കാർ പറയുമ്പോൾ ഭയങ്കര സങ്കടം കേട്ടോ. കുഴപ്പമില്ലല്ലോ, ഓക്കെ അല്ലേ, പറയട്ടെ. അപ്പോൾ ഞാൻ ട്രീറ്റ്മെന്റ് എടുത്തുകൊണ്ടിരിക്കുന്നുണ്ട്. അപ്പോൾ കുറച്ച് എനിക്ക് ട്രീറ്റ്മെന്റ് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ കുറച്ച് സൈഡ് എഫക്ട്സ് ഒക്കെ വന്നിട്ട് എനിക്കിങ്ങനെ നല്ല എയർ ഫോളും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. പിന്നെ കുറച്ചായിട്ടൊന്ന് നിർത്തിയിരുന്നു. ഒരു 4 വർഷം പോലെ ഞാൻ ട്രീറ്റ്മെന്റ് ചെയ്ത് പിന്നെ കുറച്ച് നിർത്തി. ആൾക്കും ഹോർമോൺ ഡിഫറൻസ് ഒക്കെ വന്നു തുടങ്ങി. അപ്പോൾ ഗ്യാപ്പല്ല, കുറേ ട്രീറ്റ്മെന്റ് കഴിഞ്ഞപ്പം അമ്മക്ക് തന്നെ തോന്നി കുറച്ച് കഴിയട്ടെ, അല്ലെങ്കിൽ പഠിച്ചു ആ ടൈം ആകുമ്പോൾ തന്നോളൂന്ന് വിചാരിച്ചു. അങ്ങനെ നിന്ന് തന്നോളൂ, ടൈം ആവട്ടെ. സെറ്റല്ലേ? സെറ്റല്ലേ? ഓക്കെ അല്ലേ? ഓക്കെ. അതെന്താന്ന് വെച്ചാലേ, ഇപ്പൊ നമ്മൾ പറയില്ലേ എല്ലാത്തിനും അതിൻ്റെതായ ഒരു സമയം ഉണ്ടെന്നോ. നിങ്ങളുടെ ആ ഒരു ടൈം ആവുമ്പോഴേക്കും നല്ലൊരു ആരോഗ്യമുള്ളൊരു ഹെൽത്തി ബേബിനെ, കുഞ്ഞി പാത്തുവിനെ വരണം എന്നല്ലേ ആഗ്രഹം. ഞാൻ 2-3 റീൽ അടിച്ചു കൊടുത്തിട്ടുണ്ടായിരുന്നു ഇതേപോലത്തെ ഒരു പാത്തുവിനെ വേണമെന്നിട്ട്. അപ്പൊ അതേപോലെ നല്ലൊരു കുഞ്ഞി, ഇതേപോലെ നല്ല ചിരിയൊക്കെ ഉള്ള ക്യൂട്ട് പാത്തുവിനെ പഠിച്ചു തരും. അതാ എനിക്ക് തോന്നുന്നു ഇവരുടെ കുട്ടികളി പഠിച്ചോനെ ഇങ്ങനെ വിചാരിക്കണോ നിങ്ങളുടെ കുട്ടികളെയും ഒന്ന് മാറണം, എന്നിട്ട് അല്ലെങ്കിൽ ഇതിന്റെ ഇടയിൽ ഈ കുട്ടീനെയും കൂടെ തന്നിട്ട്. ഇപ്പൊ ഈ അടുത്താരോ കാണുന്നവരൊക്കെ പറയുന്നുണ്ട് കേട്ടോ, എല്ലാവരും ഭയങ്കര സപ്പോർട്ട്. ഞാൻ ആ വീഡിയോ ഇട്ടപ്പോൾ എനിക്ക് കുറേ കമന്റ് വന്നിട്ടുണ്ട്. അതിന്റെ അടിയിൽ എല്ലാവരും നമ്മളും എന്താ പറയുക കേട്ടോ, കുറേ സജഷൻസ് ഉണ്ട് അതിന്റെ അടിയിൽ. എന്താ വെച്ചാല് ഇന്ന ആളെടുത്ത് പോയാൽ മതി, ട്രീറ്റ്മെന്റിനൊക്കെ വേണ്ടി കുറെ ആൾക്കാർ സ്നേഹം കൊണ്ട് പറയുന്നത്. പിന്നെ ബാക്കി കുറെ ആൾക്കാരുണ്ട്, പിന്നെ അറിഞ്ഞും കൊണ്ട് ചോദിക്കുന്നവര് വേറെ ഉണ്ട്. പിന്നെ നമുക്ക് അവരൊന്നും ചെയ്യാൻ പറ്റില്ലല്ലോ, ചോദിക്കട്ടെ എന്നല്ലാണ്ട് വേറെ ഒന്നും ചെയ്യാൻ പറ്റില്ല. ചില ആൾക്കാർ വിചാരിക്കും ഇപ്പൊ നിങ്ങൾ വീഡിയോസ് എടുത്ത് നടക്കുന്നുണ്ട് വേണ്ടാന്ന് വെച്ചിട്ടാണ്. പിന്നെ ഇങ്ങനത്തെ കമന്റ്സ് വരും, എന്താ നമുക്ക് കിട്ടുന്നില്ല, അത് ചില ആൾ നിങ്ങൾ വേണ്ടാന്ന് വെക്കുന്നതാണ്. അങ്ങനെ കുറെ ആൾക്കാർ തെറ്റിദ്ധരിക്കപ്പെടുന്നുണ്ടാവും. പിന്നെ എന്റെ അടിയിൽ കുറെ കമന്റ് ചെയ്യുന്നുണ്ട്, കാരണം നമുക്കും ഇത്ര വർഷമായിട്ടില്ല, നമ്മള് ഇത് ചെയ്യലുണ്ട്. എന്താ വെച്ചാ പേഴ്സണലായിട്ട് മെസ്സേജ് വരുന്നുണ്ട് കേട്ടോ. എല്ലാവരോടും ഭയങ്കരമായിട്ട്
സന്തോഷം അങ്ങനെ ചെയ്യുന്നുണ്ട്. കാരണം എന്താ പറയുക, താങ്ക്സ് ഉണ്ട്. ഒരു തരുന്ന സപ്പോർട്ട് ഉണ്ടല്ലോ, ആ അത് നമുക്ക് രണ്ടാൾക്കും നല്ലോണം കിട്ടുന്നുണ്ട്. കാരണം ഞാൻ ഈ വീഡിയോ ചെയ്തതിന് ശേഷം അറിഞ്ഞത് കുറെ ആൾക്കാർക്ക് ഇതേപോലെ ബേബി ഇല്ലാണ്ട് കുറെ സ്ട്രഗിൾ ചെയ്യുന്നുണ്ടെന്നുള്ളത്. കാരണം എന്താ പറയുക, ഇത് ഇല്ലാത്തവർക്ക് മാത്രമേ ഇതിന്റെ വിഷമം അറിയുള്ളൂ കേട്ടോ. അതിന്റെ വാല്യൂ അറിയൂ. നമ്മളെന്താ വെച്ചാലേ സിസ്റ്ററൊക്കെ കുട്ടികളുണ്ടാകുമ്പോൾ ഈ ചെമ്മളിക്ക് എന്താ അധികം പാത്തുന് ഈ നമ്മൾ ഈ ഡ്രസ്സ് എടുക്കാൻ പോകുമ്പോൾ കുട്ടികളെ ചെരുപ്പ് അതൊക്കെ കാണുമ്പോൾ ഭയങ്കര ഫീലാ. അപ്പോൾ ഇങ്ങനെ ചെരുപ്പൊക്കെ കാണുമ്പോൾ അധികം സിസ്റ്റർ കുട്ടിക്കും പാത്തും എടുക്കാൻ പോവാ. പിന്നെ ആളെ വന്നാൽ ആളെ കൂടെ തന്നെ എൻജോയ് ചെയ്ത് സെറ്റാ സീന് കരയല്ലേ. ആൾക്കാര് കാണും കേട്ടോ, ചിരിക്കണ മാത്രം എല്ലാവർക്കും ഇഷ്ടം. അപ്പോൾ ആളാണ് ഇങ്ങനെ ബേബീനെ കുറിച്ച് ആദ്യം ഭയങ്കര ഞാൻ പറഞ്ഞില്ലേ ഈ കാര്യങ്ങൾ കേൾക്കുമ്പോൾ ഡൗൺ ആയിരുന്നു. പിന്നെ ഞാനിങ്ങനെ പുഷ് ചെയ്ത് പഠിക്കാനൊക്കെ പറഞ്ഞു വെച്ച് കുറച്ച് ഓക്കെ ഇപ്പൊ ഓക്കെ ആയി. പിന്നെ ഇപ്പോൾ ട്രീറ്റ്മെന്റ് പിന്നെ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. എവിടെയാ? കോഴിക്കോട് തന്നെയോ? അല്ല, തൃശ്ശൂരല്ല, ഇവിടെ എറണാകുളം. കുഞ്ഞിപ്പാത്തൂസ് കമ്മിങ് ഓൺ ദ വേ എന്നൊക്കെ ഓൺ ദ വേ. പറയാൻ പറ്റില്ല. ചിലപ്പോ ഒരാഴ്ച നിങ്ങൾ എന്നെ വിളിച്ചിട്ട് മസ്താനി അന്ന് നമ്മള് ഡിസ്കസ് ചെയ്തില്ലേ വിശേഷം കേട്ടോ അങ്ങനെ ആവട്ടെ. അപ്പൊ എന്തായാലും നല്ലൊരു ബേബി വരും, ഉറപ്പായിട്ടും വരും. ഈ വർഷം തന്നെ വരട്ടെ. താങ്ക് യു സോ മച്ച്. വെൽക്കം. അന്ന് എന്നെ വിളിച്ച് പറയണോ? എന്തായാലും ആദ്യം മസ്താനെ വിളിച്ച് പറയല്ലേ. കുറെ ആൾക്കാർ ഇത് വിളിച്ച് പറയാനും ഒക്കെ പറഞ്ഞു. ഞാൻ ഇതിന്റെ ഇടയ്ക്ക് പച്ചമാങ്ങ വാങ്ങിച്ചിട്ട് ഞങ്ങൾ വരും വാങ്ങി കേട്ട്. ശരി